അന്ന് വെട്ടി സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം വെളിയിൽ വിളിച്ച് സംസാരിച്ച് ഞാൻ വീരപ്പൻ പറഞ്ഞിട്ട് വിളിച്ചിട്ട് മോറ് കാട്ടിയിട്ട് നിങ്ങളൊന്നും പേടിക്കണ്ട പെക്കോളെ, കാലത്ത് പോലീസുകാർ വരും, വന്നാൽ നിങ്ങളെ ഉള്ളപടി പറഞ്ഞോളെ, ഒന്നും പേടിക്കാനില്ല, വന്നാൽ എന്താ നടന്നു പറഞ്ഞാൽ നടന്ന് പറഞ്ഞോളി പറഞ്ഞിട്ട് പോയതാണ്. വെട്ടിയും വെടിവെച്ചും കൂട്ടക്കൊല നടത്തിയ ശേഷം രക്തം ഇറ്റിറ്റു വീഴുന്ന ആയുധങ്ങളുമായി വീരപ്പനും സംഘവും ഒരു മലയാളിയുടെ കടയിലേക്ക് കയറി വന്ന ഗട്ടേച്ചാൽ ആക്രമണത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. തമിഴ്നാട് കർണാടക അതിർത്തിയിലെ അസനൂർ എന്ന സ്ഥലം. അവിടെ നിന്ന് വടക്ക് കിഴക്കായി 16 കിലോമീറ്റർ ദൂരത്തിൽ വനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ഗട്ടേച്ചാൽ. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഉപജീവന മാർഗം. 1994 ഒക്ടോബർ 8 ഗട്ടേച്ചാൽ ഗ്രാമത്തിന് സമീപത്തെ വനമേഖലയിൽ കാലിമേയ്ക്കുകയായിരുന്ന 2 ഇടയന്മാരെ വീരപ്പൻ്റെ സായുധ സംഘം വളഞ്ഞു. ഇവരെ കണ്ട് ഭയന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ ഇടയന്മാരെ വീരപ്പൻ സംഘം വളഞ്ഞു പിടിച്ച് മർദ്ദിച്ചു. നിലത്ത് വീണ അവരുടെ നെഞ്ചിൽ നിറത്തോക്ക് അമർത്തി വീരപ്പൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. 1 വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചായിരുന്നു വീരപ്പന് വിശദമായി അറിയേണ്ടിയിരുന്നത്. ആ സംഭവം എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. 1993 സെപ്റ്റംബർ. ദൗത്യസേനയുടെ ചുമതലയുള്ള ഹസന്നൂർ സബ് ഇൻസ്പെക്ടറായിരുന്നു മോഹൻ നവാസ്. അദ്ദേഹത്തെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ ഗട്ടേച്ചാൽ ഗ്രാമത്തിൽ നിന്ന് ഒരാളെത്തി. ജഡേയൻ എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ വളരെ വിലപ്പെട്ട ഒരു വിവരം ഇൻസ്പെക്ടർ മോഹൻ നവാസിന് കൈമാറി. ഗട്ടേച്ചാൽ ഗ്രാമത്തിന് സമീപമുള്ള നിബിഡ വനമേഖലയിൽ അരിഭക്ഷണം കഴിക്കുന്ന ഒരു സംഘം ആളുകൾ ക്യാമ്പ് ചെയ്യുന്നു. സാധാരണയായി കന്നഡ ഗ്രാമങ്ങളിലെ ജനങ്ങൾ റാഗിയാണ് ഭക്ഷണമായി കഴിക്കുന്നത്. അരി ഭക്ഷണമായി കഴിക്കുന്നത് തമിഴരും മലയാളികളും മാത്രമാണ്. ഒന്നുകിൽ ചന്ദനം മോഷ്ടിക്കാനെത്തിയ മലയാളികളുടെ സംഘം, അല്ലെങ്കിൽ തമിഴ് അംഗങ്ങൾ കൂടുതലുള്ള വീരപ്പൻ്റെ സംഘം. ഈ രണ്ടിൽ ഏതോ ഒരു സംഘം ഗട്ടേച്ചാലിന് സമീപത്തെ വനമേഖലയിൽ കൂട്ടത്തോടെ ക്യാമ്പ് ചെയ്യുന്നു. വീരപ്പൻ സംഘത്തിനെ പിടികൂടാൻ തമിഴ്നാട്, കർണാടക, കേരള സംസ്ഥാനങ്ങളിലെ 18,000 കിലോമീറ്ററിൽ അധികം വരുന്ന വനമേഖലയിൽ കേന്ദ്രസേന ഉൾപ്പെടുന്ന പ്രത്യേക ദൗത്യസേന അരിച്ചു പെറുക്കുന്നതിനിടയിലാണ് ഇത്രയും കൃത്യമായ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. ജഡേയൻ നൽകിയ വിവരം ദൗത്യസേന ഓഫീസർ കൂടിയായ മോഹൻ നവാസ് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൗത്യസേന പിറ്റേന്ന് പുലർച്ചെ തന്നെ ആ വനമേഖല വളഞ്ഞു. ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് വീരപ്പൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ പരിഗണിക്കുമ്പോൾ ആ ദിവസം വീരപ്പൻ സംഘത്തിലെ പ്രധാനികൾ ആരും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. വീരപ്പൻ്റെ സംഘാംഗങ്ങളിൽ ചിലരും അവരുടെ കുടുംബാംഗങ്ങളായ സ്ത്രീകളും കുട്ടികളും അടക്കം ഏകദേശം 30ഓളം പേരാണ് അന്ന് അവിടെ ആ കാട്ടിൽ തമ്പടിച്ചിരുന്നത്. ദൗത്യസേനയെ കണ്ട് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘാംഗങ്ങളിൽ ചിലർ അന്നവിടെ വെടിയേറ്റു മരിച്ചു. ചിതറിയോടിയ ചില സ്ത്രീകൾ കാട്ടിൽ ദിശയറിയാതെ അലഞ്ഞു തിരിഞ്ഞു. പിറ്റേന്ന് വിശന്നു വലഞ്ഞു വഴിതെറ്റി ഒടുവിൽ സഹായം ചോദിച്ച് അവർ എത്തപ്പെട്ടത് ജഡേയൻ്റെ ഗ്രഹമായ ഗട്ടേച്ചാലിൽ തന്നെയായിരുന്നു. അവിടുത്തെ ഏതാനും പുരുഷന്മാർ ചേർന്ന് ആ സ്ത്രീകളെ വളഞ്ഞു പിടിച്ച് കെട്ടിയിട്ട് പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് പിടികൂടിയ ആ സ്ത്രീകൾക്ക് പിന്നീട് കസ്റ്റഡിയിൽ ക്രൂര പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. തൻ്റെ ആളുകളെ കാണിച്ചു കൊടുക്കുകയും ഒടുവിൽ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്ത ഗ്രാമവാസികളിൽ ചിലരെ തേടിയായിരുന്നു 1 വർഷത്തിന് ശേഷം പ്രതികാരദാഹിയായ വീരപ്പൻ എത്തിയത്. ഗട്ടേച്ചാൽ ഗ്രാമത്തിൻ്റെ ഓരത്തായി ഒരു ചെറിയ പലചരക്ക് കട നടത്തുകയാണ് പാലക്കാട് സ്വദേശി വേലിക്കുട്ടിയും ഭാര്യയും. അദ്ദേഹം ഇന്നില്ല. വേലിക്കുട്ടിയുടെ മകൻ അന്നത്തെ സംഭവം ഓർത്തെടുത്ത് വിവരിച്ചു. സമയം ഏകദേശം 6 മണി കഴിഞ്ഞു കാണും. തൻ്റെ ആളുകളെ പിടിച്ചു കൊടുത്തവരെ വീരപ്പനും സംഘവും വീട്ടിൽ കയറി പിടികൂടി കെട്ടിയിട്ടു.
ഭയന്നുപോയ ഗ്രാമവാസികളിൽ ചിലർ പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത വനമേഖലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഓടുന്നതിനിടയിൽ ചിലർ വേലിക്കുട്ടിയോടും വിളിച്ചു പറഞ്ഞു, ഓടിക്കോ, വീരപ്പൻ ഗ്രാമം ആക്രമിക്കുന്നു എന്ന്. വേലിക്കുട്ടിക്ക് പക്ഷേ ഭയമൊന്നും തോന്നിയില്ല. താൻ വീരപ്പന് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലെന്ന് വേലിക്കുട്ടിക്ക് ഉറപ്പായിരുന്നു. ദ്രോഹം ചെയ്യാത്തവരെ വീരപ്പൻ ഉപദ്രവിക്കില്ലെന്ന പൂർണ്ണ വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എങ്കിലും കടയുടെ വാതിലടച്ച് അദ്ദേഹം വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു. ഗ്രാമത്തിന് സമീപം തോക്കുകൾ പല പ്രാവശ്യം ഗർജിക്കുന്നതും കൂട്ടനിലവിളിയും വേലിക്കുട്ടി കേട്ടു. തൻ്റെ ഇരകളെ വീരപ്പൻ പിടികൂടി കൈകൾ ബന്ധിച്ച് നിരത്തി നിർത്തി. വീരപ്പൻ തിരക്കി വന്ന പ്രധാനിയായ ജഡേയനെ പക്ഷേ വീരപ്പന് അന്നവിടെ കാണാൻ കഴിഞ്ഞില്ല. വീരപ്പൻ പിടികൂടിയ 5 പേരെയും കൈകൾ ബന്ധിച്ച ശേഷം നിരത്തി നിർത്തി പരസ്യ വിചാരണ നടത്തി. പിന്നെ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം വാൾ കൊണ്ട് വെട്ടി മരണം ഉറപ്പാക്കി. വീരപ്പൻ സംഘം നടത്തിയ ഈ കൂട്ടക്കൊലയെക്കുറിച്ച് അന്ന് വീരപ്പൻ സംഘത്തിൽ അംഗമാകേണ്ടി വന്ന മലയാളിയായ ശിവദാസൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ സൗത്ത് ഇന്ത്യൻ മീഡിയ ഈ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോകൾ കാണാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ മറക്കാതെ കാണുക. കൂട്ടക്കൊലയ്ക്ക് ശേഷം രക്തമൊഴുകുന്ന ആയുധങ്ങളുമായി വീരപ്പനും സംഘവും വേലിക്കുട്ടിയുടെ കടയിലുമെത്തി. അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നു. അവർ തൂല പറഞ്ഞ് പനി പറഞ്ഞിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. രാത്രി കാലത്ത് വായിൽ വടക്കി കഞ്ഞിയും വെച്ച് കുടിച്ചിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴേക്കാണ് ഇവിടെ മുഴുവൻ എടുക്കലും ലൈനെ കൊണ്ട് നിർത്തലും വെട്ടലും ചുടലും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ വന്ന് വായിൽ കെട്ടി വിളിച്ചിരിക്കുന്നത്. അതിലിട്ട് ഒരാൾ തപ്പിച്ചിട്ടുണ്ട്. എത്ര മണിക്കാണ് വന്നത്? അത്ര മണിയൊന്നും എനിക്കറിയില്ല, ഒരു 7 മണി ഉണ്ടാകുമെന്ന് എനിക്ക്. ഞങ്ങളുടെ കട ഒരു ഓവർത്തായിരുന്നു. ഒരു ഓവറും കെട്ടിയിട്ടാണ്. ഗ്രാമത്തിനുള്ളിലുമല്ല, വീടുകൾക്ക് അവിടെ അവിടെയുള്ള വീടുകൾ 4-5 വീടുണ്ടാവും. ഞങ്ങളുടെ മാത്രം തനിഞ്ഞ ഒരു വീടാണ്. പിന്നെയാണ് അറിയുന്നത് ഏട്ടത്തിന് പറ്റി എന്നുള്ളത്. എല്ലാം കാലത്ത് കള്ള മിഠായി ദാനാസിൻ ചായയുടെ പറഞ്ഞ മാത്രകൾ അത് ഇത് പറഞ്ഞ സകലതും അത്ര വ്യാപാരം ഉണ്ടാവുള്ളൂ. അത്ര കുറച്ചായിട്ട് ഉണ്ടാവുള്ളൂ. അവർക്ക് മുഴുവൻ എടുത്തു പോയി. വീരപ്പൻ സംഘം വേലിക്കുട്ടിയുടെ കടയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള പലചരക്ക് സാധനങ്ങൾ ചാക്കിൽ കെട്ടിയെടുത്തു. അവരുടെ പരസ്പര സംസാരത്തിൽ വീരപ്പൻ സംഘത്തിൽ മലയാളികളുണ്ടെന്ന് വേലിക്കുട്ടി മനസ്സിലാക്കിയിരുന്നതായി മകൻ പറയുന്നു. അർജുന, വീരപ്പൻ, അവൻ്റെ കൂടെ ചന്ദനമരം മുട്ടാൻ വന്ന് കാട്ടിൽപ്പെട്ട മലയാളക്കാരനുകൾ 1-2 ഉണ്ട്. പാങ്കാട്ടിൽ അന്ന് കാലത്ത് നിറയെ കേരളക്കാർ പാങ്കാട് ചന്ദനമരം കേൾക്കാൻ വരും. അതിൽ അവനെ ഓർത്ത ഇവരെടുത്ത് വന്ന് പെട്ടിട്ടുണ്ട് തോന്നുന്നു. അവരാണ് മൂട്ട എടുക്കലും പുറക്കലും തൂക്കലൊക്കെ. ആർക്കാന്ന് ഇപ്പോൾ ആ ഇറ്റത്ത് ആർക്കറിയും. പത്രത്തിൽ 3-4-5 ആൾക്കാരുണ്ടായിരുന്നുണ്ട്. അന്ന് വീരപ്പന്റെ ആജ്ഞയനുസരിച്ച് പലചരക്ക് ചാക്കിൽ കെട്ടുമ്പോൾ സംഘാംഗം ശിവദാസ് അറിഞ്ഞിരുന്നില്ല ഇതൊരു മലയാളിയുടെ കടയാണെന്ന്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ മാത്രമായിരിക്കാം അക്കാര്യം അദ്ദേഹം അറിയുക. മടങ്ങുന്നതിന് മുൻപ് തങ്ങൾ കൊണ്ടുപോകുന്ന വസ്തുക്കളുടെ വിലയായി 3000 രൂപയും മേശപ്പുറത്ത് വയ്ക്കാൻ വീരപ്പൻ സംഘം മറന്നില്ല. പൈസ 3000 രൂപ ഉള്ളിൽ അവരെ കൊണ്ട് വെച്ചിട്ട് പോയി. നമ്മുടെ മുമ്പ് എടുത്ത് പൈസ ഒന്നും വേണ്ട പറഞ്ഞാണ്. അപ്പോൾ അനിയനെ കൊണ്ട് പറഞ്ഞിട്ട് അനിയൻ അർജുന ഉള്ള കൊണ്ട് 3000 രൂപ കട്ടിൽ മേലെ വെച്ചിട്ട് വന്നിട്ട് ആ പിറ്റേ ദിവസം മാനത്തിട്ട് പോയി. അവരാണ് പോയിട്ട് താങ്കൾ പോയതല്ലേ ശരി വെച്ചോ പറഞ്ഞിട്ട് കൊടുത്തുപോയി. പോകുന്നതിന് മുൻപ് വീരപ്പന്റെ സഹോദരൻ അർജുനൻ വേലിക്കുട്ടിയോട് ചോദിച്ചു വീരപ്പനെ കാണണോ എന്ന്. വേലിക്കുട്ടി കടയുടെ പുറത്തെത്തി നോക്കുമ്പോൾ കൊമ്പൻ മീശ തടവിക്കൊണ്ട് വീരപ്പൻ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് ചേട്ടൻ വെളിയിൽ വിളിച്ച് സംസാരിച്ച് ഞാൻ വീരപ്പൻ പറഞ്ഞിട്ട് വിളിച്ചിട്ട് മോറ് കാട്ടിയിട്ട് നിങ്ങളൊന്നും പേടിക്കണ്ട പെക്കോളെ, കാലത്ത് പോലീസുകാർ വരും, വന്നാൽ നിങ്ങളെ ഉള്ളപടി പറഞ്ഞോളെ, ഒന്നും പേടിക്കാനില്ല, വന്നാൽ എന്താ നടന്ന് പറഞ്ഞാൽ നടന്ന് പറഞ്ഞോളി പറഞ്ഞിട്ട് തന്നെ പോയത്. വീരപ്പൻ സംഘം ആ ഗ്രാമത്തിൽ അക്രമം അഴിച്ചുവിട്ടത് വൈകിട്ട് 7 മണിയോടെയായിരുന്നു. പക്ഷേ ഈ സ്ഥലത്തേക്ക് 16 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് പോലീസ് എത്തുന്നത് പിറ്റേന്ന് രാവിലെ 7 മണിയോടെയാണ്. ഇതിനിടയിൽ വീരപ്പൻ്റെ കണക്ക് കൂട്ടലുകളിൽ നേരിയ പിഴവുണ്ടായി. നിരത്തി നിർത്തി വെടിവെച്ച ശേഷം വെട്ടി മരണം ഉറപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും ഒരാൾ പക്ഷേ മരിച്ചിരുന്നില്ല. രാമർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്.
വെട്ടും വെടിയുമേറ്റ് രക്തം വാർന്ന് വീണിടത്ത് തന്നെ ഒരു രാത്രി മുഴുവൻ മരണത്തോട് മല്ലടിച്ചു കിടന്നു രാമർ. പിന്നീട് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ അദ്ദേഹം സുഖം പ്രാപിച്ചു. ഈ യാത്രയിൽ രാമറെയും ഞങ്ങൾ കണ്ടു. അന്ന് വീരപ്പൻ നടത്തിയ ആക്രമണത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകൾ രാമർ சவுத் இந்தியன் மீடியோட பங்கு வச்சு. வீரம் ஒன்றும் சொல்ல, நாங்கள் பாட்டுக்காரர் தான், போலீஸ்காரர் வாங்க அப்படின்னு போட்டு தான் இந்த கை கட்டுறது இது பண்ணி அப்போ பயிர் பண்ணும்போது சொல்கிறோம், நான் அதை வீரப்பன் நல்லா பார்த்துக்குங்க அப்படின்ட்டு படப்படம் நான் பயிர் பண்ணியாரு. போயாச்சு ஆளுகள்லாம் எல்லா பாங்காட்டுக்குள்ளே ஓடிட்டாங்க. ஊருக்காரர் பூரா நிற்கலை. விடணும் விட்டா ஆளும் இல்லை. விடணும் விட்ட உடனே எங்கே போனேன், எத்த போனேன், எப்படி போனேன்னு தெரியாது யாருக்குமே. அப்போ இது வெடிஞ்சு தான் போய் இது போலீஸ்காரர் தெரிஞ்சு அப்போ தான் என்னை ஆஸ்பத்திரி கூட்டு போனாங்க. கோயம்புத்தூரில் இங்கேருந்து 7:30 மணிக்கு கொண்டு பண்ணுறாங்க. நீங்கள் கோயம்புத்தூர் ஆஸ்பத்திரிக்கு அவன் வந்தது 9 மணிக்கு வந்துட்டான் நைட்டு. காலையில் 7 மணிக்கு தான் கொண்டு போனது. ஆமாம், நம்மளை கொண்டு வந்து ஆஸ்பத்திரிக்கு 7 மணிக்கு காலையில் அது வரைக்கும் இங்கே கிடந்து. ஆமாங்க. எத்தனை பேர் இங்கே சத்தங்க அந்த டைமில்? 5 பேருங்க. 5 பேரில் 4 பேர் வந்துட்டாங்க அங்கேயே அது இடத்துல. ஒருத்தர் பாங்காட்டுக்குள்ளே எங்கள் பெரியப்பா பாங்காட்டில் நினைச்சிட்டான். இந்த மாதிரி செஞ்சுட்டு போயிட்டான். எங்களுக்கு அந்த டைமில் போலீஸ்காரர் தான் உதவி இருந்து, பாலீஸ்காரர் போலீஸ்காரர் எல்லாம் உதவி இருந்தாங்க. என்னையை காப்பாற்றிட்டாங்க. காப்பாற்றி இப்போ கொஞ்சம் நேரம் உட்காந்துருக்கிறேன். இன்னும் எப்படி தெரியாது. வீரப்பன் எத்தனை பேர் இருந்தாங்க அவங்க வரும்போது? அவங்க வரும்போது 13 பேருங்க சார். 13 பேருங்க. வந்து என்ன பண்ணுறது? அவங்க என்ன பண்ணுங்க, நாங்கள் போலீஸ்காரர் வாகன்னு கூப்பிட்டு வந்து பின்னால் வந்து கை கால் கட்டிட்டாங்க. கையை இப்படி கட்டிட்டாங்க. அப்போ தான் தெரிஞ்சுது போலீஸ்காரர் எங்களை கை கட்ட மாட்டாங்க. கூட துணை இருப்பாங்களே அவன் கட்ட மாட்டான். வேற ஆள் தான் இதுமாக பண்ணது. வீரப்ப தான் பண்ணது. ஒட்டடையெல்லாம் சேர்ந்து தான் இந்த மாதிரி செஞ்சு அந்த இடத்துல ஒரே இடத்துல 4 பேர், என்னை சேர்த்து 5 பேருங்க. 5 பேரில் நான் ஒருத்தர் தான் இருக்கிறேன். 4 பேர் இல்லைங்க. அந்த பண்ணுறாங்க. உங்களுக்கு எங்கெல்லாம் அடிபட்டது? இங்கேங்க இந்த அடி தான் வெட்டு, இந்த பயிர் இங்கே தொடலை. സമാനതകളില്ലാത്ത സംഘർഷഭരിതമായ വീരപ്പന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വീഡിയോ പരമ്പര തുടരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ കാണുക.